ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്ന് നമ്മുടെ സ്റ്റോറേജിൻ്റെ ബാക്കി പണികളുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. നമുക്ക് സൈഡ് ഫിറ്റ് ഫുള്ള് സ്റ്റോൺ ആക്കാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ നമുക്കത് തന്നെ ചെയ്യാം. സൈഡ് ഫിറ്റ് ഫുൾ അങ്ങ് സ്റ്റോൺ ആക്കാം. ഓക്കെ, നമുക്ക് റൂഫും ഫുള്ളങ്ങ് സ്റ്റോൺ ആക്കാം. അതുകൊണ്ട് ഈ കോപ്പറൊക്കെ അങ്ങ് വെട്ടിയെടുക്കട്ടെ. ഓക്കെ, നമുക്ക് കുറച്ച് എത്ര കോപ്പറില്ലല്ലോ. നമുക്കിപ്പം 3 സ്റ്റോൺ കിട്ടിയിട്ടുണ്ട്. ഇപ്പം ഓക്കെ, ഒരു 12 നമുക്ക് വെക്കാം. എന്നിട്ട് ബാക്കി കിട്ടിയ 3 സ്റ്റോൺ ഉണ്ട് ഇവിടെ വെക്കട്ടെ. ഇത്തിരി ഇറങ്ങാൻ ഇത്തിരി പാടുണ്ട്. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാൻ ഉണ്ടെങ്കിൽ പറയണം കേട്ടോ, ഐഡിയാസ് ഉണ്ടെങ്കിൽ. നമുക്ക് ഈ വരി മൊത്തം ഒത്തിരി വയ്ക്കാം. ഈ വരി മൊത്തവും ആൻഡ് സൈറ്റ് ബ്ലോക്ക് വയ്ക്കാല്ലേ, അതാ നല്ലത്. അപ്പം അല്ല, ഞാൻ ഈ വരി ആൻഡ് സൈറ്റ് ബ്ലോക്ക് വെച്ചാൽ അല്ല, ഇവിടെ സ്റ്റോണാണ് വെക്കേണ്ട. ഇപ്പം ഓർമ്മ വന്നു. നമുക്ക് മണ്ടയിലോട്ട് കയറാം. ഓക്കെ, എനിക്ക് അങ്ങനെ റീച്ച് ആകുന്നില്ല. ഓക്കെ, 5 സ്റ്റോണായി. നമുക്ക് ഈ കോപ്പർ പിടിക്കുന്നതൊക്കെ ഉണ്ടാക്കാം. കോപ്പർ ബ്ലോക്ക് ഉണ്ടാക്കാം. ഒത്തിരി എക്സ്പെൻസീവ് ആണോ എന്ന് വെച്ചാൽ എക്സ്പെൻസീവ് അല്ല. എന്നാലും കോപ്പർ ഒരുപാട് വേണ്ടി വരും. നമുക്ക് നോക്കട്ടെ, പറ്റുമെങ്കിൽ 2 കോപ്പർ ബ്ലോക്ക് ഉണ്ടാക്കാം. പിന്നെ ഹണി കോമ്പ് വെച്ച് വാക്സ് ഒക്കെ ചെയ്യണം. അതൊക്കെ ചെയ്തുള്ളതിന് അതൊക്കെ ചെയ്യണം. വേണ്ടെന്ന് ഞാൻ ചുമ്മാ 1 2 3 അല്ല 3 4 5 6 7 8 എന്നത് ശരിയായില്ലെന്ന്. മണ്ടേ പോയിട്ട് എല്ലാ സ്റ്റോണും എടുക്കട്ടെ. എടാ, ഞാനിപ്പോൾ കേട്ട ശബ്ദം സ്കെൽട്ടൻ്റെയാ. എന്നുവെച്ചാൽ പോയി റീസ്പോൺ പോയിന്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതെല്ലാം ഇൻവെർട്ട് എല്ലാം ഇങ്ങോട്ട് വയ്ക്കാം. കാരണം ഇനി നമ്മൾ ചിലപ്പോൾ ഡെത്ത് ആവാനുള്ള ഒരുപാട് സാധ്യതയുണ്ട്. ഇതെല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. നമുക്ക് എല്ലാം ഇവിടെ ഇറക്കി വെച്ചിട്ട് ഒരു സ്റ്റോൺ സോളിങ് ഉണ്ടെങ്കിൽ ചത്തോ? അത് ഡ്രൗൺ പിടിച്ചങ്ങ് തിന്നോ? സത്യം പറയണ, സത്യം പറയണ. ഇങ്ങനെ നോണ്ടാക്കുന്നില്ല, എന്നിട്ട് തെറിച്ചങ്ങ് പോകും. ഞാൻ കണ്ടോടെ വെറും സ്റ്റോൺ സോളാണല്ലോ. നോട്ടിലേക്കൊന്നുമില്ല, എന്നാലും തെറിച്ച് പോകണം. ഞാൻ അടിക്കുന്നതിൻ്റെ പവറ് അല്ല 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 നോട്ട് ഡാ ഡേ അതെന്താ ഉമ്മ വെച്ചോ? ചുമ്മാ എന്നെ അറ്റടി ആ ചക്കൻ തീർക്ക്. ഞാൻ കണ്ടു കിട്ടി. എൻ്റെ FP എല്ലാം ഇത് കിട്ടി. ഒരു നോട്ടിൽ ശല്യം വേണ്ട, ഞാനിപ്പോൾ ആണ് കറി കേൾക്കുന്നില്ല. തിരിച്ച് വെള്ളത്തിലേക്ക് തന്നെ കൊണ്ട്. ഓക്കെ, ഡ്രൗണായി. സ്കെൽട്ടൺ 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 ഡ്രൗണ് ഡ്രൗണ് ഡ്രൗണ്
Skeleton. Okay, drown. Okay, drown. Bone. ഓക്കെ 2 ബോണ് ഡ്രോപ്പ് ചെയ്തു. ഓക്കെ നമുക്കിപ്പോൾ 4 SP ആയി. അത് തന്നെ വലിയ കാര്യമാണ്. ഓക്കെ അതെന്തുവാ? ഓ ആരോ. ഓക്കെ കോപ്പർ. ഓക്കെ അത്യാവശ്യം നല്ലതാണുള്ളത് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ഫിഷ് ടാങ്കിൽ മീനുണ്ടോ? ഒരു മീനുണ്ടേ. വിറക്കി കൊടുക്കാം. ചാവടാ ബോണ ഡ്രോപ്പ് ചെയ്യടാ. ഞാൻ ബോണ ഡ്രോപ്പ് ചെയ്താൽ ഇല്ല. ഒന്നുകൂടി ഷൂട്ട്. ഇല്ല ഇപ്പം കടലിലോട്ട് രണ്ട് ദിവസം ഇൻവെർട്ടറിൽ 2 സാധനം കൊണ്ടിറങ്ങിയതാണ്. ഇപ്പം എത്ര സാധനമാണെന്ന് നോക്കിയാണ്. നമുക്കൊരു ആനുവൽ ഉണ്ടാക്കുന്ന കംപ്ലീറ്റ് ചെയ്യേണ്ട ഇതൊന്നും വേണ്ടി വരില്ല. ഓക്കെ നമ്മുടെ 6 എണ്ണങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ഫ്യൂല് തീർന്നാണ്. അതാണ് എൻ്റെ സ്മെൽത്തും നിന്നത്. ഓക്കെ ഇനി ഒരു സ്റ്റോണിൻ്റെ കൂടെ ആവശ്യമുള്ളൂ ഗായ്സ്. അത് ഉടക്കിട്ട് തന്നെ പണി തീർന്നു ഗായ്സ്. ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു സ്ലാബ് ഇങ്ങനെ എടുക്കുക. ഓക്കെ എനിക്കൊരു സ്ലാബ് വയ്ക്കുക. എന്നിട്ട് ഇവിടെ എവിടെയാണോ എൻ്റെ ഓടിപ്പിക്കുക. എടുക്കുക. എൻ്റെ സ്റ്റോണ് ഒന്ന് പെട്ടെന്ന് വാ. ഓക്കെ സ്റ്റോണായി. ഇനി താട്ടിറങ്ങാം. മറ്റ് 3 സ്റ്റോണിൻ്റെ അവിടെ ആവശ്യമുള്ളൂ. അതായി ഇവിടെ. ഓക്കെ 3 സ്റ്റോണിൻ്റെ ആവശ്യമുള്ളൂ എന്ന് ഞാൻ പറഞ്ഞോളൂ. പക്ഷെ ഇഷ്ടം പോലെ കോണിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അതുകൊണ്ട് കോണെല്ലാം എൻ്റെ സെക്കൻഡ് തിരിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ ഇനി കോണൊന്നുമില്ല. ഓക്കെ നമുക്ക് വെക്കേണ്ട 3 സ്റ്റോൺ. എനിക്ക് എന്തിലെന്ന് വെച്ചാൽ ഇങ്ങനെയില്ല. കറക്റ്റായി. ഇപ്പം എല്ലാം ശരിയായിട്ടുണ്ട്. ഷിഫ്റ്റ് അടിച്ചിട്ട് ഷിഫ്റ്റ് ചെയ്ത് നിന്നിട്ട് ഇല്ല. ഇങ്ങനെയാണ്. മൈൻക്രാഫ്റ്റ്. ഓക്കെ ഞാൻ പ്രോയാണെന്ന് വെച്ചാൽ ചെറിയൊരു പ്രോ. ഞാനാണ് സ്മാൾ പ്രോ. ജിം വെട്ടം വേണം. ഒരു ടോർച്ച് വേണം. നല്ല വെട്ടം ഉണ്ടായിരുന്നല്ലേ. അങ്ങോട്ട് വെട്ടത്തിൻ്റെ ആവശ്യമൊന്നുമില്ലെന്ന് എൻ്റെ ബുദ്ധി കാണിച്ചറിട്ടെ. കുറേ നേരം കൊണ്ട് എൻ്റെ വാപ്പ വിളിക്കുന്നു. അങ്ങോട്ട് ചെന്ന് വിട്ടുമട്ടാണ്. വാപ്പാക്ക് എന്തോ വേണമെന്ന് പറഞ്ഞു. എനിക്കറിയാം. ഞാൻ പിന്നെ പോയി നോക്കാം. ആദ്യം എൻ്റെ ഇൻവെർട്ടർ. അയൺ ഷവല്. അല്ല നേരത്തെ അയൺ പിക്കാസ് ഇല്ലായിരുന്നു. നമ്മളൊരു ആർമർ ഉണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മളിതെല്ലാം ഉണ്ടാക്കിയത്. കയ്യിൽ ആർമർ ഉണ്ടായിരുന്നു. ഇതെല്ലാം എൻ്റെ കയ്യിൽ മൊത്തം ആർമർ ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്ക്. ടൂൾസ് ഉണ്ടാക്കണമെന്ന്. ടൂൾസ് ഇത് വയ്യ. നിങ്ങളടുത്തൊന്നും പറയാനൊന്നും വയ്യ. അത് എത്ര പേര് ടെസ്റ്റ് ഉണ്ടാകാമെന്നൊന്നും എനിക്കറിയാൻ വേണ്ടി. ഏകദേശം എത്ര ടെസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നു? 4 ഒരു 5 ടെസ്റ്റ് അങ്ങ് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഓക്കെ 5 കൂടുതൽ വേണം. 5 കൂടുതൽ വേണം. ഞാൻ നോക്കുന്നതാണെങ്കിൽ 5 കൂടുതൽ വേണം. അപ്പം ഞാൻ പറഞ്ഞത് 5 കൂടുതൽ വേണം. പോരാ എന്നെ വിളിച്ചാലും. ഫ്രണ്ട്സ് ആണെങ്കിൽ 15 ടെസ്റ്റ് ചെയ്യാം. അത് ഉമ്മ എന്തിനോന്ന് വിളിച്ചു. എന്തിനാന്ന് വെച്ചപ്പോൾ എനിക്ക് നിൻ്റെ ആവശ്യമില്ല. അപ്പോൾ കോളം പറഞ്ഞു. എന്നെ കാണിച്ചു. 21 ഞാൻ എന്തിനു കാരണം ഞാൻ ഒത്തുകിട്ടില്ലല്ലോ. ഇനി നമ്മൾ ഷിഫ്റ്റ് ചെയ്തതിൻ്റെ ഒരു ഗുണം ഇതാണ്.
വരും. അല്ല പിക്കാസോ ഇവിടെ എൻ്റെ പിക്കാസോ ഇങ്ങോട്ട് വന്നേ പിക്കാസോ പിക്കാസോ. ഈ ഫ്ലാഗ് പോയിക്കായിരുന്നു എൻ്റെ സൈറ്റ്. ഇനി വേണ്ടത് 3 ചെസ്റ്റ് എന്ന് പറയുമ്പോൾ 3 ചെസ്റ്റ് ഉണ്ടാകുന്നുണ്ടോ ഇവിടെ? ഞാൻ എന്നെ തന്നെ കളിയാക്കണം. ഞാൻ എന്നെ തന്നെ കളിയാക്കട്ടെ. എനിക്കിപ്പം എന്തോ പറ്റി ഞാൻ എന്നെ തന്നെ കളിയാക്കണം. ചുമ്മാറാണ് ഞാൻ തന്നെ ചുമ്മാ എന്തൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് സബ്സ്ക്രൈബ് അടിക്കുക. എന്നാലും എനിക്ക് പെട്ടെന്ന് പരിപാടിയൊക്കെ തീരുന്നു. നിങ്ങളുടെ സബ്സ്ക്രൈബ് കൊണ്ടാണ് ഞാനിപ്പോൾ ജീവിച്ചു പോകണേന്ന് നിങ്ങൾക്ക് അറിഞ്ഞു. നിങ്ങളുടെ സബ്സ്ക്രൈബ് എനിക്ക് എത്ര നോക്കണമെന്ന് അറിയാമോ? എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് സബ്സ്ക്രൈബിനെ കളിയൊക്കെ വന്നിരുന്നില്ലേ? ഇതാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ അവസ്ഥ കാരണം ഇവനിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാന്ന് വെച്ചോ. നീ സബ്സ്ക്രൈബ് ചെയ്യില്ലേ? കാണും ഇത്രയുള്ളൂ. നിങ്ങളുടെ ഇതൊക്കെ ആയിരിക്കും. ഇപ്പം ഇവൻ സബ്സ്ക്രൈബ് ചെയ്താന്ന് വെച്ചാൽ അപ്പോൾ ഇവൻ്റെ അവസ്ഥ എന്താണ്? മാറും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടാണ് നാളെ കൊല്ലാണ്. ഞാൻ ചുമ്മാ സബ്സ്ക്രൈബ് ചെയ്യാൻ വീണ് കഴിച്ചത്. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് ബിരിയാണി വെച്ചത്. സത്യമായിട്ട് പറയണേ, ഉറപ്പായും ബിരിയാണി വെച്ചത്. കുറച്ച് പോത്തിനെ കൊള്ളട്ടെന്ന്. കൗവിനെ കൊള്ളട്ടെന്ന്. ഇതെന്തോ ഷിയർ വെച്ചെന്തോ പെട്ടെന്ന് പൊട്ടിക്കാമെന്ന് ഞാൻ കേട്ടിടേ. നമ്മൾ ഈ റൂൾ എവിടെയെങ്കിലും പ്ലേസ് ചെയ്തിട്ട് ഷിയർ വെച്ചെന്ന് ക്ലിക്ക് ചെയ്യാതെ പൊട്ടി വീഴുന്നു. കേട്ടപ്പോഴേ ഞെട്ടി വീഴുന്നേ. ഡയലോഗ് കൊള്ളാല്ലേ? ശ്രീപ്പെട്ടു. രാത്രി ആയാലും ഉറങ്ങാനൊക്കെ ഈ ഗെയിമിൻ്റെ ഭാഷ ഇത് രാത്രിയല്ല. ഉറങ്ങിയെന്ന് അതിനിഷ്ടമുള്ളപ്പോൾ ഇറങ്ങാനൊക്കെ ഒന്ന്. പക്ഷെ ഞങ്ങൾ ഇന്ന് വേറെ ഏതോ ഗെയിം അങ്ങനെയല്ല കേട്ടോ. നമുക്ക് അല്ലേ അങ്ങനെയാണെന്ന് തോന്നുന്നു. മൈൻക്രാഫ്റ്റ് ഞങ്ങൾ വേറെ എന്തൊരു ഗെയിമാണ്. എനിക്കറിയാൻ ഓക്കെ. അപ്പോൾ ഇത് ഡബിൾ ഓക്കെ. ഇനി 9 ഇതിന് നമുക്ക് എന്താ ഉണ്ടാവണമെന്ന് പറഞ്ഞാട്ടെ. 6 ലെതർ. ലെതർ ഞാൻ ഏതൊരു യൂട്യൂബിൻ്റെ കണ്ടപ്പോൾ അയാൾക്കിപ്പോൾ ലെതറായില്ലാത്തത്. അയാളിപ്പോൾ എല്ലാത്തിനോടും എനിക്ക് മനസ്സിലാക്കണം. ചിലപ്പോൾ എല്ലാവരും ആ യൂട്യൂബ് തന്നെ കാണാറുണ്ട്. യൂട്യൂബിൻ്റെ ചാനൽ എനിക്കറിയാമെന്ന് ഞാൻ പറയട്ടെ. നിങ്ങൾ കാണുന്ന യൂട്യൂബറിൽ വേറെ ആരെങ്കിലും ഉണ്ടോ സ്റ്റേക്ക് ഉണ്ടാക്കി തരുന്നു? ഡേ 16, 12, 28 സ്റ്റിക്ക്. ഞാൻ ഒരു സ്റ്റാർട്ടൊന്നും ഉണ്ടാക്കിയതാട്ടോ.
നമുക്ക് ഓർമ്മത്തെ ട്രീക്കുള്ളത് മഴയും നാച്ചുറൽ കുന്തം കകം പടം ഇപ്പോൾ കാണിച്ചിട്ടോ. ഇത് കൊച്ചു ലെതർ വേണം കേട്ടോ. ലെതർ തന്നെ വേണമെന്നില്ല കേട്ടോ. ലെതർ പിന്നെ പട്ടിണി പാവായിപ്പോൾ ചുമ്മാ പറഞ്ഞു വേണ്ട. ഒരു അയണിങ് കെട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ ഓർക്കും. നിങ്ങൾക്ക് ഓർമ്മ വേണ്ട, ഞാൻ കുറച്ച് ദിവസം മുമ്പ് ആർമറെല്ലാം ഇട്ടുകൊണ്ട് എന്തായാലും കുറച്ച് ലീവ്സാണ് പോയത് പലതിൻ്റെ. അപ്പം ചത്തെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഞാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് എൻ്റെ പെട്ടെന്ന് രാത്രിയായി, എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഒരു ക്രീപ്പർ വന്ന് പൊട്ടിച്ചെടുത്ത് ഞാൻ ചത്തു. എൻ്റെ ആർമറൊക്കെ പോയി കാണും. അത്യാവശ്യം നല്ലവരും പോയി കാണും. ഇനി അങ്ങനെ കൊല്ലാം. പിന്നെ നിങ്ങൾ ചിന്തിച്ചു ഞാൻ എന്തിൻ്റെയൊക്കെയാണ് കുറച്ചധികം മരങ്ങളിൽ തന്നെ തട്ടിയിരിക്കുന്നത്. ഞാൻ എന്തിനാ പോയത്? ഈ കുണ്ടുണ്ടാകാൻ ഇങ്ങോട്ട് വേണം, ഇങ്ങോട്ട് വേണം. വെള്ളത്തിൽ നിന്ന് കൂടി കഴിച്ചോ. അത് എനിക്കൊരു കുഴപ്പമില്ല. വന്നു ഇടിച്ചു കൊല്ലാൻ പറ്റും. ഇടിച്ചു കൊല്ലാൻ പറ്റും. ഇടിച്ചു വന്നാൽ പെട്ടെന്ന് പോകണം കേട്ടോ. ഇടിച്ചു കൊടുക്കാം. നീ ഇടിച്ചു കൊടുട്ടെ. നീ ഇടിച്ചു കൊല്ലണം. ഇടിച്ചു വന്നാൽ പോകണം കേട്ടോ. ഇത് കൊണ്ടിരല്ല പിന്നെ കിട്ടുള്ളൂ. ഇത് നഷ്ടമാണ് കേട്ടോ. 5 പോണായില്ലേ. എന്തൊരു ഗുണമാ. അത് ഞാൻ ചെയ്ത അവരോട് അങ്ങനെ അത് ഇവിടെ ഇട്ടിട്ട് വന്നു. ഞാൻ പോയിട്ട് വന്നല്ലോ. ഇതിൽ ഒരെണ്ണത്തിൽ നമ്മൾ നാച്ചുറലി ആയിട്ടുള്ളത്. ഇവിടെ പിന്നെ ലീസും കാര്യങ്ങളൊക്കെ, പിന്നെ അവിടെ കോബിൾ സ്റ്റോൺ ഷവല്. ഓക്കെ, ഞാൻ അവിടെ കുഴിച്ചുകൊണ്ടിരിക്കണം അങ്ങോട്ട്. ഓക്കെ, ഇനി നമുക്ക് 2 തണ്ട് അതിൽ 2 വയ്ക്കണം. ഞാൻ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ആർമർ ആൻഡ് ടൂൾസ് വയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ വേണം. ഓക്കെ, ചിക്കനാണോ മട്ടനാണോ എനിക്കറിയാൻ മേല. 2 തിന്നും. ചിക്കൻ തിന്നും. ഞാൻ തിന്നത്തിരുന്നല്ലോ പറഞ്ഞു. ഞാൻ മട്ടൻ അങ്ങനെ തിന്നത്തില്ല കേട്ടോ. ഈ പോയി എങ്ങനെ ഇരിക്കട്ടെ, തിന്നാനല്ല. ഓക്കെ, ഇങ്ങനെ ഇരിക്കണമെന്നായിട്ട് അല്ല. അപ്പോൾ ഒരു സ്ഥലത്ത് നമുക്ക് കൊടുത്തു. സോറി. ഓക്കെ, ഇത് നമുക്ക് വെക്കേണ്ടതെന്ന് വെച്ചാൽ എന്ത് തരം നമുക്ക് നമ്മൾ വുഡിന് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ നോക്കിക്കേ. വുഡ് വയ്ക്കാനായിട്ടില്ലല്ലോ. അപ്പോൾ വുഡ് വയ്ക്കാനായിട്ടുള്ള കിട്ടി. ഓക്കെ, വുഡ് എന്ന് വെച്ചാൽ വുഡെന്ന് വെച്ചാൽ നമുക്കിപ്പം ഈ വുഡ് വെച്ചാൽ നമുക്കിപ്പം ഈ മരം പൊട്ടിക്കുമ്പോൾ നമ്മൾ വുഡ് വെച്ച് ഉണ്ടാക്കുന്ന സാധനമാണ്, അത് വയ്ക്കാനാണ്. ഞാൻ പോകുന്നത് ഇന്നത്തെ ഒരു എപ്പിസോഡ് മൊത്തം ഞാൻ സ്റ്റോറേജിൽ കൊണ്ട് കളഞ്ഞു അല്ലേ. ഞാൻ തന്നെ അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അല്ലേ ഞാനിപ്പോൾ തന്നെ പെട്ടെന്ന് വരയ്ക്ക് ഇല്ലാതായിരുന്നു. ഓക്കെ, ഇനി വുഡ് കൊണ്ടുണ്ടാക്കി എല്ലാം വരട്ടെ. സ്റ്റിക്കേഴ്സ്, സ്ലാബ്, പിക്കാസോ എന്ന് നമ്മൾ കൊണ്ടുപോകില്ല. വുഡ് വെച്ചുണ്ടാക്കി ഈ പൊട്ടി മൊത്തം തീർന്നു. ഇതിൻ്റെ അകത്ത് നിന്ന് ബോട്ടും കുന്തവും അതും ഇതും. ടോർച്ചൊക്കെ എടുക്കണം. വേണം ടോർച്ച് എടുക്കണമെങ്കിൽ നമുക്ക് എടുക്കാതെ. ഇത്രയും മതി. ടോർച്ചൊന്നും ഊട്ടിപ്പെടുന്ന. ഓക്കെ, ഈ വുഡിൻ്റെ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബോട്ട് ആവശ്യമുണ്ട് കേട്ടോ. പറ്റുമെങ്കിൽ എപ്പോഴും ഒരു ഷിയർ ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാൻ തിരിച്ച്
നമുക്ക് നാളെ ഇനി വീഡിയോയുടെ തുടക്കത്തിൽ പറ്റും ഞാൻ സ്റ്റോറേജ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കാം. പിന്നെ അതല്ല ഏട്ടാ ഞാൻ കാണിച്ച നിങ്ങൾക്ക് ഓർമ്മയുണ്ട ഞാൻ അല്ലെങ്കിൽ കണ്ട അങ്ങോട്ട് നിങ്ങളൊന്ന് നോക്കിക്കേ. വെയിറ്റ് ഞാൻ റെൻഡർ കൂട്ടിയിടിക്കാൻ മറട്ടെ. ഞാൻ ഇപ്പം എന്തിനാ വീഡിയോ നടത്തേ ഏറ്റേ ഇവിടെ റെൻഡർ ചങ്ക് എന്ത് കൂടത്തില്ലേ എന്ത് പറ്റി വർക്കാണല്ലോ ഞാൻ എൻ്റെ റെൻഡർ കൂടുന്നില്ല ഫ്രണ്ട്. എന്ത് പറ്റി റെൻഡർ കൂടുന്നില്ല? റെൻഡർ ചാനൽ കൂടുന്നില്ല ഫ്രണ്ട്സ്, എന്താണെന്ന് എനിക്കറിയാൻ മേല. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രൂഫാണ്. ഞാൻ ഈ പ്രൂഫിൻ്റെ ഇടയ്ക്ക് എങ്ങോട്ട് പോയെന്നറിയാവോ? നമുക്ക് നാളെ അടുത്ത ദിവസം മൈനിങ് നടത്തി 2 ഡയമണ്ട് അയൺ ഒപ്പിച്ചിട്ട് നമുക്ക് ഞാൻ വരാം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സപ്പോർട്ടും കമൻറ്റ് സപ്പോർട്ടെല്ലാം ചെയ്യണേ. ലൈക്ക് സബ്സ്ക്രൈബും കമൻറ്റ് സപ്പോർട്ടെല്ലാം ചെയ്യണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോ വെക്കാം. ബൈ ബൈ.